എന്നാലിങ്ങനെ എന്താ കേട്ടിരുന്നില്ലേ, ഒരാപത്തും ഇല്ല ഇന്ന് വരെ. കൂട്ടുകാരെ, അപ്പൊ ഇന്ന് ഞാൻ പോയിരിക്കുന്ന വൈലിത്തൃക്കോവിൽ ക്ഷേത്രമാണ്. ഇത് നമ്മളെ പാരിപ്പള്ളിക്ക് കല്ലുവാതുക്കലിന് ഇടയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് 4 ചുറ്റും വയലാണ്, അതുകൊണ്ടായിരിക്കും വൈലിത്തൃക്കോവിലിന്റെ പേര് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കൂട്ടുകാരെ, നല്ല ഗ്രാമഭംഗിയാണ് കൂട്ടുകാരെ ഇവിടെ. ഞാനിപ്പോ എന്തായാലും നേരത്തെ അല്ലേ ഇവിടെ വന്നത്, അതുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു കട കണ്ട് അവിടേക്ക് പോവാന്ന് വിചാരിച്ചിപ്പോ. ദാണ്ട വിറകടുപ്പിൽ ചായ ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് അമ്മാമ്മ. ഇപ്പം അമ്മൂമ്മയുടെ ഈ ഒരു കുഞ്ഞു കടയാണ്. ഇവിടെ ഇപ്പം ചായ മാത്രമേ ഉള്ളൂ. മുന്നേ അപ്പവും ദോശയൊക്കെ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്തായാലും ഈ അമ്മൂമ്മയുടെ കടയിൽ ചായ ഉള്ളതില്ല, അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ചായയും കുടിക്കാം. ഇവിടെ ആണെങ്കിൽ എണ്ണക്കടികളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഏത് കടയിൽ നമ്മൾ ഏത് കുഞ്ഞു കടയിൽ ചെന്നാലും നമുക്ക് ഈ വെട്ടിയേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അമ്മൂമ്മയുടെ ഒരു ടിന്നിൻ്റെ അകത്ത് അമ്മൂമ്മ കുറച്ച് വെട്ടിയേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണവും കൂടി ഞങ്ങൾ വാങ്ങിച്ച്. പിന്നെ എൻ്റെ കണ്ണ് മൊത്തം പോയിരുന്നത് അവിടെ ഇരുന്ന് ലേസില്ല. വന്നപ്പോൾ തൊട്ട് ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അത് വേണം അത് വേണമെന്ന്. ഇവിടെ ആണെങ്കിൽ സ്റ്റൗവും ഗ്യാസും ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ താഴെ അടുപ്പൊക്കെ കൂട്ടി വെച്ചാണ് അമ്മമ്മ കത്തിക്കുന്നത്, ഒരു കലമൊക്കെ വെച്ചിട്ട്. ഇത് അമ്മക്കുള്ള കറയല്ല, പേര് രത്നമ്മയമ്മ. 4 മക്കള്, ഭർത്താവ് മരിച്ചുപോയി. 4 മക്കളും 8 കൊച്ചുമക്കളും. പിന്നെ അവര് യഥാല്ല കട തുറക്കുന്നത്. അവിടെ ചെന്നിരിക്കുക, അവര് കുടിക്കുമെങ്കിൽ ഞാനും കുടിക്കുമെന്നും പറഞ്ഞ് മക്കൾ തുടങ്ങിയിരിക്കുന്നു. ഞാൻ പിന്നെ ഇതിലെ പണ്ടേ എന്താ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഇവിടെ എല്ലാം കട. ഇത് അമ്പലമാണ് വൈലിത്തൃക്കോവിൽ. അങ്ങനെ എനിക്ക് മതിയാക്കാൻ എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ല. പിന്നെ ഇതേവരെ ഒരു മരുന്നും ഒരു ഗുളികയൊന്നും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. 76 വയസ്സായി. വ്യത്യാസം പറയുമ്പോൾ 76 വയസ്സായി. ഞാൻ ഒരു മരുന്നോ ഗുളികയോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ദൈവം ഇങ്ങനെ അങ്ങിട്ടേക്ക് ഒരു അസുഖവും ഇല്ല. ഒരു പനിയാവട്ടെ ഒരു ചുമയാവട്ടെ ഒന്നും വന്നിട്ടില്ല. കാണുന്നതാണ് വൈലിത്തൃക്കോവിൽ ക്ഷേത്രം. നമ്മൾ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതേ അമ്മൂമ്മ 2 ട്രിപ്പ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും 2 ഗ്ലാസ് ചായ വീതമാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ലേസ് വാങ്ങിച്ച്. ലേസ് ആണെങ്കിൽ എനിക്ക് അമ്മൂമ്മ പൊട്ടിച്ച് തന്നെയാണ് കൈ തന്നത്. പിന്നെ എനിക്ക് അമ്മൂമ്മ ഒരു ചായ കൊണ്ടുവന്നിരിക്കുകയാണ്. മഴ ചാർന്നുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇരുന്നതാണ്, അതുകൊണ്ട് പിന്നും അമ്മൂമ്മ ചായ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. കൂട്ടുകാരെ, ഞാൻ സത്യത്തിൽ ഇത്രയും ചായ ഒന്നും കുടിക്കാറില്ല. ചായ തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ കുടിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ കുഞ്ഞു കടകളിൽ നിന്നൊക്കെ അമ്മൂമ്മ നമുക്ക് ചായ ഇട്ടെന്ന് എന്തായാലും കുടിച്ചു പോവും. കൂട്ടുകാരെ, നമ്മൾ എത്രയോ വലിയ വലിയ കടകളിൽ കയറി ഫുഡും ചായയൊക്കെ കഴിക്കുന്നു. അതുപോലെ ഈ ഒരു കുഞ്ഞു കടയിൽ കയറിയിട്ട് 10-20 രൂപയുടെ ചായയോ ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചാൽ അവർക്ക് നല്ലതല്ലേ.